ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്നൊരു വെറൈറ്റി ടേസ്റ്റിൽ നല്ല അടിപൊളി സ്പൈസി ഷ്രിംപ് റെഡ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ഷ്രിംപ് എടുത്തിട്ടുണ്ട്. തലയോട് കൂടിയിട്ടാണ് എടുത്തത്. നമുക്ക് തല ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തലയും കൂടിയിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ തല ഇഷ്ടമില്ലാത്തവർ തല മാറ്റി വെച്ചോളൂ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇനി ഒരു ചെറിയ കടായിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, പിന്നെ 2 കാശ്മീരി റെഡ് ചില്ലിയും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ടേ ചെയ്തെടുക്കുക. ഫ്ലെയിം വളരെ ലോ ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവ് കുരുമുളകും, പിന്നെ 1/4 ടീസ്പൂണിൽ കുറവ് പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സോട്ടേ ചെയ്യുക. അപ്പം ഗ്യാസ് ഫ്ലെയിം നല്ലോണം ലോ ആക്കി വെക്കുക. നല്ല ഹീറ്റ് ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അപ്പോൾ ഈ മഞ്ഞപ്പൊടീൻ്റെ കളറൊന്ന് മറന്ന് കാണും. അതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 തക്കാളി, ഒരു 20 ചെറിയ ഉള്ളി, ഒരു വലിയ സവാള, 3 ഗ്രീൻ ചില്ലി. ഓക്കെ, വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലോണം നല്ല ട്രാൻസ്പെറൻറ്റ് രീതിയിൽ ഉള്ളി നല്ലോണം വാടി കിട്ടണം. അപ്പം നല്ലോണം ഒന്ന് വഴറ്റി ആ ട്രാൻസ്പെറൻറ്റ് രീതിയിൽ വരുന്ന സമയം വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റി കിട്ടണം കേട്ടോ. ഉള്ളി നല്ലോണം വഴറ്റിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചില്ലിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഉള്ള വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ എടുക്കുക. ഞാനിപ്പോൾ അലൂമിനിയം പാത്രത്തിലാണ് ആക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ അലൂമിനിയം ആയതുകൊണ്ട് സൈഡിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം വിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തക്കാളി ഞാൻ 2 തക്കാളിയാണ് മീഡിയം സൈസിൽ എടുത്തത്. മീഡിയം സൈസിൽ 2 തക്കാളി, പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലിയും. ഇത് രണ്ടും കൂടിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലോണം കുക്കായി കിട്ടണം. തക്കാളി ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണാത്ത രീതിയിൽ തന്നെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ നല്ലോണം അലിഞ്ഞ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു 5-6 മിനിറ്റ് വരെ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വേഗം കുക്കായി കിട്ടും. അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ്സേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. കാരണം ചില സമയം ഇത് അടിക്ക് പിടിക്കും. വെള്ളം കുറയുന്നതിനനുസരിച്ച് ഇത് ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പം ഞാനിത് തുറന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ച് തന്നെ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ സൈഡിൽ നിന്നൊക്കെ എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ശരിക്കും ഈ കളറ് കൊടുക്കുന്നത് നമ്മൾ മസാല ഒന്ന് സോട്ട് ചെയ്തിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ അതിൻ്റെയാണ് ഈ കളറ് നല്ലോണം വരുന്നത് കേട്ടോ. അപ്പം കൂടുതലായിട്ടുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളകോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആദ്യം നമ്മൾ ആ കാശ്മീരിയും മുളകും ഒന്ന് സോട്ട് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടാണ് അത് നല്ലൊരു റെഡ് കളറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം സോട്ട് ചെയ്യുന്ന തക്കാളിയൊക്കെ നല്ലോണം വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങളൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ഈ പ്രോൺസ് കുക്കാകുന്നവരെ. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 6 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് പ്രോൺസൊക്കെ നല്ലോണം ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ 6 മിനിറ്റിനുള്ളിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്.
ഇപ്പോൾ ഇതാ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവിയിലും വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഈ ഗ്രേവി കുറച്ചും കൂടി ചുരുങ്ങും കേട്ടോ. അതുകൊണ്ട് ഈ ഗ്രേവി തന്നെ മതി. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് വരെ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അടച്ചിട്ട് ആ ആവി തന്നെ അതങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ്. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ സെർവ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീഫും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പൈസി ഷ്രിംപ് റെഡ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.